2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 38ാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി PS. ഹലോ, ഗുഡ് ഈവനിങ്. എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ പരീക്ഷകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10th ബ്രിംസിന്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകൾ നമുക്ക് അടുത്ത ശനിയാഴ്ചയുണ്ട്. ഓഗസ്റ്റിൽ 3rd 4th സ്റ്റേജുകളുണ്ട്. സെപ്റ്റംബറിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാം വരുന്നുണ്ട്. സോ ഇതിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പം ഞാൻ ഈ പരീക്ഷകളാവുന്ന സമയത്ത് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷൻ നടത്താറുണ്ട്. അത് പരീക്ഷയിൽ ചോദ്യമായി വരാറുണ്ട് ഭാഗ്യം കൊണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു റിവിഷൻ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇതിൻ്റെ വീഡിയോ ചാനലിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ PDF നിങ്ങൾക്ക് ലഭിക്കും. PDF ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ടെലഗ്രാമിൽ സ്മാർട്ട് സ്റ്റഡി സെന്റർ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ 97ാമത്തെ റംസാർ സൈറ്റ് ഏതെന്നാണ്. 97ാമത്തെ റംസാർ സൈറ്റ്. റംസാർ സൈറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 97ാമത്തെ റംസാർ സൈറ്റിന്റെ പേര് പാട്ന പക്ഷി സങ്കേതം, ഏട്ടാ ജില്ല, ഉത്തർപ്രദേശ്. 97ാമത്തെ റംസാർ സൈറ്റ് പാട്ന പക്ഷി സങ്കേതം, ഏട്ടാ ജില്ല, ഉത്തർപ്രദേശ്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സംസ്ഥാനമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ പാട്ന പക്ഷി സങ്കേതം, നിങ്ങൾ പാട്ന എന്ന് കേട്ട ഉടനെ ബീഹാർ എഴുതി വെക്കരുത്. പാട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ 98ാമത്തെ റംസാർ സൈറ്റ്, ഇന്ത്യയിലെ 98ാമത്തെ റംസാർ സൈറ്റ് ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ചാഹ്രി ദണ്ഡ്. എന്താ കുട്ടികളെ? ചാഹ്രി ദണ്ഡ് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഈ ചാഹ്രി ദണ്ഡ് വരുന്നത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഈ ചാഹ്രി ദണ്ഡ് എന്ത് ചെയ്യുന്ന കുട്ടികളെ വരുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സംസ്ഥാനമായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അടുത്ത ഇന്ത്യയിലെ 99ാമത്തെ റംസാർ സൈറ്റ്. 99ാമത്തെ റംസാർ സൈറ്റിന്റെ പേര് ഷേഖാജീൽ പക്ഷി സങ്കേതം, അലിഗഡ് ജില്ല, ഉത്തർപ്രദേശ്. ഷേഖാജീൽ പക്ഷി സങ്കേതം, അലിഗഡ് ജില്ല, ഉത്തർപ്രദേശ്. 99ാമത്തെ റംസാർ സൈറ്റിന്റെ പേര് ഷേഖാജീൽ പക്ഷി സങ്കേതം, അലിഗഡ് ജില്ല, ഉത്തർപ്രദേശ് അലിഗഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 100 ആയിട്ടുണ്ട്. 100ാമത്തെ റംസാർ സൈറ്റിന്റെ പേര് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. അത് കോമൺലി അറിയപ്പെടുന്നത് സുഹ്റാത്താൽ എന്നാണ് അറിയപ്പെടുന്നത്. സുഹ്റാത്താൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ സുഹ്റാത്താൽ എന്നായിരിക്കും ചോദിക്കുന്നത്. ബല്ലിയ ജില്ല, ഉത്തർപ്രദേശ്. അപ്പം 100 റംസാർ സൈറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവില്. അപ്പം ലാസ്റ്റത്തെ 4 ഇപ്പോൾ പറഞ്ഞത്. 97ാമത്തത് പാട്ന ബേർഡ് സാങ്ച്വറി, ഉത്തർപ്രദേശ്. 98ാമത്തത് ചാഹ്രി ദണ്ഡ്, ഗുജറാത്ത്. 99 ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി, ഉത്തർപ്രദേശ്. 100ാമത്തത് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി, ഉത്തർപ്രദേശ്. അത് അറിയപ്പെടുന്നത് സുഹ്റാത്താൽ എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ റംസാർ സൈറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് 1981 പ്രഖ്യാപിച്ച ചിൽക്ക ലേക്കാണ്. ചിൽക്ക തടാകമാണ് ഇന്ത്യയിൽ ആദ്യത്തെ റംസാർ സൈറ്റ്. 1981 പ്രഖ്യാപിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ കിയോലാദിയോ ആണ്. രാജസ്ഥാനിലെ കിയോലാദിയോ രണ്ടാമത്തത്. ഒന്നാമത്തത് ചിൽക്ക, ഒഡീഷ. ഓക്കെ, ഇതൊക്കെ 1981 ഇപ്പൊ 2026 ആയപ്പോൾ നമുക്ക് 100 ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ്: ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം. തമിഴ്നാട് 20. തമിഴ്നാടിൽ 20, ഉത്തർപ്രദേശിൽ 13. ഏറ്റവും കൂടുതൽ തമിഴ്നാടിലും രണ്ടാമത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 13 ഉള്ളത്. അപ്പൊ തമിഴ്നാടിൽ 20, ഉത്തർപ്രദേശിൽ 13. ഏറ്റവും കൂടുതലുള്ള തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ 3 കേരളത്തിൽ 3. 2002 പ്രഖ്യാപിച്ച വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട. 2002 പ്രഖ്യാപിച്ച വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട. ഇതാണ് കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ കേട്ടോ. അതും ഓർത്തോണം. നമ്മുടെ കേരള ഫാക്റ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നൊരു മേഖലയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ്. ഇപ്പൊ 10th പ്രിലിംസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് ചോദിക്കോ, ഇത് നമുക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കറണ്ട് അഫയേഴ്സിലെ സിലബസിൽ പറയുന്നതെന്ന്. അങ്ങനെയാണ് പറയുന്നതെങ്കിലും അതിന് പുറമെയുള്ള ചോദ്യങ്ങളൊക്കെ 10th പ്രിലിംസിന് വരാറുണ്ട്. അത് മാത്രമല്ല, ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പം റാങ്ക് മേക്കിങ്ങോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും വരുന്നത്. സോ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, മസ്റ്റായിട്ട് എഴുതി പഠിച്ചിരിക്കണം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ആണ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ്.
റണ്ണറപ്പായി വന്നിരിക്കുന്നത് നൊവോക് ജോക്കോവിച്ച് ആണ്. സെർബിയ എന്ന അദ്ദേഹത്തിന്റെ രാജ്യം കേട്ടോ. നൊവോക് ജോക്കോവിച്ച്, സെർബിയയുടെ നൊവോക് ജോക്കോവിച്ച് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ റണ്ണറപ്പായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് കാർലോസ് അൽക്കാരസ് സ്പെയിനാണ്. റണ്ണറപ്പായി വന്നിരിക്കുന്നത് നൊവോക് ജോക്കോവിച്ച് സെർബിയ. ഓക്കെ, നമുക്കിനി വനിതാ വിഭാഗങ്ങൾ നോക്കാം. വനിതാ വിഭാഗത്തിലാണെങ്കിൽ എലേന റൈബക്കിനെയാണ് കസാക്കിസ്ഥാന്റെ എലേന റൈബക്കിനെയാണ് ജേതാവ്. കസാക്കിസ്ഥാനാണ് രാജ്യം. റണ്ണറപ്പായി വന്നിരിക്കുന്നത് ആര്യാന സെബലങ്കയാണ് റണ്ണറപ്പായി വന്നിരിക്കുന്നത്. അദ്ദേഹം ബെലാറസിന്റെ താരമാണ്. അപ്പൊ ഈ 4 ആൾക്കാരുടെ പേര് പഠിച്ചിരിക്കുക. കാർലോസ് അൽക്കാരസ് ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ്, നൊവോക് ജോക്കോവിച്ച് റണ്ണറപ്പ്. കാർലോസ് അൽക്കാരസ് സ്പെയിനാണ് രാജ്യം, ജോക്കോവിച്ച് ആണെങ്കിൽ സെർബിയാണ് രാജ്യം. ഇനി വനിതാ വിഭാഗമാണെങ്കിൽ എലേന റൈബക്കിനെയാണ്, കസാക്കിസ്ഥാൻ താരമാണ് എലേന റൈബക്കിന. റണ്ണറപ്പായി വന്നിരിക്കുന്നത് ആര്യാന സെബലങ്കെ, ബെലാറസിന്റെ താരമാണ് കേട്ടോ. ബെലാറസിന്റെ താരമാണ് ആര്? ആര്യാന സെബലങ്കെ. എഴുതി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചാണ്. 10th ഫിലിംസിന്റെ മാരത്തോൺ ബാച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ഏരിയയും കവർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഫസ്റ്റ് കമന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ടോട്ടൽ ഫീസ് വരുന്നത് 379 രൂപയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എക്സാം ഉള്ളത്, അതായത് ഓഗസ്റ്റിൽ എക്സാം ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമിന് മുമ്പേ തന്നെ നല്ലൊരു റിവിഷൻ കിട്ടും. ഇനി അടുത്ത് ഈ 18-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി റിവിഷൻ നിങ്ങൾക്ക് അതിന് ശേഷവും ലഭിക്കും. ഓക്കെ അല്ലേ? സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത 38ാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി. PSC ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് ഈ ശാസ്ത്ര കോൺഗ്രസ് വേദി എന്ന്. 2026 38ാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയിലാണ് 2026 38ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത്. മിഷൻ ബോണറ്റ് മക്കാക്ക് കേട്ടുണ്ടോ നിങ്ങൾ? മിഷൻ ബോണറ്റ് മക്കാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, കുരങ്ങിന്റെ ശല്യം കുറയ്ക്കുന്നതിനായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിക്കാണ്. ഈ നാടൻ കുരങ്ങുകളെ കൊണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ വീട്ടിലൊക്കെ വരികയും നമ്മുടെ ഈ പറയുന്ന ഫലവൃക്ഷങ്ങളും മറ്റുമൊക്കെ നശിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഈ കുരങ്ങുകളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമ്മുടെ വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയുടെ പേരാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. അടുത്ത ആർത്തവ ശുചിത്വം മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ്. ആർത്തവ ശുചിത്വം, സ്വകാര്യത എന്നിവ ആർട്ടിക്കിൾ 21 ഭാഗമായി വരുന്ന മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കുകയുണ്ടായി. അതിന് കാരണമായ കേസാണ് ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026. ഒരു റെയർ ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026 ആർത്തവ ശുചിത്വം മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. അടുത്ത് പലർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ PSC ആ ഒരു രീതിയിൽ ഇട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി നമുക്ക് ആരെ ഓർമ്മ വരും? നമ്മുടെ നിർമ്മല സീതാരാമൻ ഓർമ്മ വരും. എന്നാൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റുകൾ ഇപ്പോഴും അവതരിപ്പിച്ചിരിക്കുന്നത് 10 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മൊറാർജി ദേശായി തന്നെയാണ് കേട്ടോ. മൊറാർജി ദേശായി തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയായിട്ട് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച വ്യക്തി നിലവിൽ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ 9 ബജറ്റുകളായിട്ടുണ്ട്. എത്രയാണ് കുട്ടികളെ? 9 ബജറ്റുകളാണ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി 10 എണ്ണം, തുടർച്ചയായി അവതരിപ്പിച്ചത് അത് നിർമ്മല സീതാരാമൻ 9 എണ്ണം. സാമ്പത്തിക സർവേ 2025-26 പ്രകാരം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. സാമ്പത്തിക സർവേ 2025-26 പ്രകാരം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.4%. ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. മനസ്സിലായി? നമ്മൾ അധികം ഒന്നും നോക്കാതെ വിടും, പക്ഷേ PSC എന്ത് ചെയ്യാൻ ചോദിക്കും. സാമ്പത്തിക സർവേ 2025-26 പ്രകാരം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.4%. അടുത്തൊരു എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും പറയാൻ പറ്റും. ഇന്ത്യയിൽ ആദ്യത്തെ വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാ കുട്ടികളെ? നമ്മുടെ കേരളമാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമെന്നോ വയോജന കമ്മീഷൻ ആരംഭിച്ച സംസ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരളം തന്നെയാണ്. അവിടെ വലിയ ഡൗട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല. അടുത്ത
2026 പത്മവിഭൂഷൺ ലഭിച്ച KT തോമസിന്റെ ആത്മകഥ. ഇത് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആൻസർ? 2026 പത്മവിഭൂഷൺ ലഭിച്ച KT തോമസിന്റെ ആത്മകഥയാണ് സോളമന്റെ തേനീച്ചകൾ. ആത്മകഥയെന്നോ ഓർമ്മക്കുറിപ്പെന്നോ നമുക്കത് കണക്കാക്കാം. ഓക്കെ, 2026 പത്മവിഭൂഷൺ ലഭിച്ച ജസ്റ്റിസ് KT തോമസിന്റെ ആത്മകഥ സോളമന്റെ തേനീച്ചകൾ എന്നാണ് അല്ലേ. ഓക്കെ, അടുത്ത് 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ആരെന്നാണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നും അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടെസി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വുമൺ, അതുപോലെ അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടെസി തോമസ്. അപ്പൊ അദ്ദേഹമാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ്. അടുത്ത്, ക്യാൻസറിനെ ചെറുക്കാൻ ശേഷിയുള്ള ജാമുനി ചേമ്പ് വികസിപ്പിച്ച സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. ക്യാൻസറിനെ ചെറുക്കാൻ ശേഷിയുള്ള ജാമുനി ചേമ്പ് വികസിപ്പിച്ച സ്ഥാപനം നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ക്യാൻസറിനെ ചെറുക്കാൻ ശേഷിയുള്ള ജാമുനി ചേമ്പ് വികസിപ്പിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ക്യാൻസറിനെ ചെറുക്കാൻ ശേഷിയുള്ള ജാമുനി ചേമ്പ് വികസിപ്പിച്ചത്. അടുത്ത്, റിപ്പബ്ലിക് ദിന പരേഡില് നിശ്ചല ദൃശ്യത്തിന് 3ാം സ്ഥാനം ലഭിച്ച കേരളം അവതരിപ്പിച്ച ടാബ്ലോ. ഓക്കെ, കേരളം അവതരിപ്പിച്ച ടാബ്ലോ, കേരളത്തിനായിരുന്നു 3ാം സ്ഥാനം. ആ ടാബ്ലോയിൽ എന്തൊക്കെയാണ് പരാമർശം നേട്ടി കഴിഞ്ഞാൽ കൊച്ചി വാട്ടർ മെട്രോ, അതുപോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേട്ടി കഴിഞ്ഞാൽ സംസ്ഥാനം നേട്ടി കഴിഞ്ഞാൽ അത് കേരളമാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. അപ്പൊ ആ 2 കാര്യങ്ങളാണ് നമ്മുടെ 2026 റിപ്പബ്ലിക് ദിന പരേഡില് നിശ്ചല ദൃശ്യത്തില് കേരളം അവതരിപ്പിച്ച് 3ാം സ്ഥാനം നേടിയത്. 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയും 2ാം സ്ഥാനം നേടിയത് ജമ്മു കാശ്മീരുമാണ് കേട്ടോ. നിശ്ചല ദൃശ്യ മത്സരത്തില് 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. 3ാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത്. കേരളം അവതരിപ്പിച്ചത് കൊച്ചി വാട്ടർ മെട്രോ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ആണ്, അത് ഓർത്തിരിക്കുക. അടുത്ത, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ. അടുത്ത്, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി. അതും ആരാ? അരുന്ധതി റോയ് ആണ് കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി അരുന്ധതി റോയ് ആണ്. ചോദ്യങ്ങൾ പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത, 2024 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 6.19%. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 6.19%. വിമാന അപകടത്തിൽ മരണപ്പെട്ട അജിത് പവാർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു? മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനം കുട്ടികളെ? മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. NCP നേതാവായിരുന്നു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വിമാന അപകടത്തിൽ മരണപ്പെട്ട അജിത് പവാർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു? മഹാരാഷ്ട്ര NCP നേതാവായിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാ? പറയാവോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ 22ാമത് FTA പങ്കാളി. FTA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നാണ്. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുന്ന പങ്കാളി അല്ലെങ്കിൽ രാജ്യം. ഇന്ത്യയുടെ 22ാമത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പങ്കാളി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. അത് യൂറോപ്യൻ യൂണിയൻ ആണ്. ഇന്ത്യയുടെ 22ാമത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പങ്കാളി യൂറോപ്യൻ യൂണിയൻ ആണ്. പഠിച്ചോണം കേട്ടോ. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ അതിന്റെ മലയാളം സ്വതന്ത്ര വ്യാപാര കരാർ. അടുത്ത, എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് 2026 ആഘോഷിച്ചത്? എത്രാമത് റിപ്പബ്ലിക് ദിനമാണ്? കിട്ടുന്നുണ്ടോ? 77. 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ 2026 എന്ത് ചെയ്ത കുട്ടികളെ ആഘോഷിച്ചത്? 77. കാരണം 1ാമത്തെ റിപ്പബ്ലിക് ദിനം 1950 ജനുവരി 26 മനസ്സിലായ. അപ്പൊ അത് വെച്ച് കണക്കാക്കുമ്പോൾ 2026 ആയപ്പം 77 റിപ്പബ്ലിക് ദിനങ്ങളായി. അടുത്ത്, 2026 റിപ്പബ്ലിക് ദിന പ്രമേയം എന്തെന്നാണ്? 2026 റിപ്പബ്ലിക് ദിന പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. എന്താ കുട്ടികളെ? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു 2026 റിപ്പബ്ലിക് ദിന പ്രമേയം. എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ.
കാരണം 1875-ലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എഴുതുന്നത്. അപ്പൊ അതിന്റെ 150 വർഷങ്ങൾ പൂർത്തിയായി. അപ്പൊ അതാണ് 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമായി വന്നത്. അടുത്ത 2026 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരെന്നാണ്. 2 പേരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ഉർസുല വോൺ ഡെർ ലൈൻ. ഉർസുല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ്. അപ്പോ യൂണിയൻ ഉർസുല മാറിപ്പോവാതെ പഠിച്ചു വെച്ചോണേ. ഉർസുല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ്. അപ്പൊ കോസ്റ്റ കൗൺസിൽ, ഉർസുല യൂണിയൻ, രണ്ടുപേരും യൂറോപ്പിൽ നിന്നാണ്. അപ്പം ഉർസുല യൂണിയൻ പ്രസിഡന്റ്, അന്റോണിയോ കോസ്റ്റ കൗൺസിൽ പ്രസിഡന്റ്. അത് ചിലപ്പോൾ അങ്ങനെ എടുത്ത് ചോദിക്കും. ചോദ്യത്തിൽ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റ് ആയിട്ട് എടുത്ത് ചോദിക്കും. അപ്പൊ ഉർസുല വോൺ ഡെർ ഡെയ്ൻ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ്. അപ്പൊ യൂണിയൻ ഉർസുല. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്. അപ്പൊ കോസ്റ്റ കൗൺസിൽ. ഞാൻ ഈ പറഞ്ഞതുപോലെ 1-2 തവണ പറഞ്ഞാൽ അത് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ചാറ്റ് ബോർഡ് പഞ്ചം എന്നാണ്. എന്താ കുട്ടികളെ? പഞ്ചം. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ചാറ്റ് ബോർഡിന്റെ പേര് പഞ്ചം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ തരത്തില് സെലക്റ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഡെയിലി വരാൻ പോകുന്നത്. നമ്മൾ സ്ഥിരം പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? എന്നുവെച്ചാൽ ഷുവർ ഷോർട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ ബൈ.